ഇരുധ്രുവങ്ങളിലായി വ്യത്യസ്ത ചിന്തകളിലായി ആദിയും ജാനകിയും ആ രാത്രി കഴിച്ചുകൂട്ടി. ജാനു മുത്തശ്ശിക്കൊപ്പം ആയിരുന്നു കിടന്നത്. അല്ല, മുത്തശ്ശി അവളെ പിടിച്ചു കൂടെ കിടത്തിയെന്ന് വേണമെങ്കിലും പറയാം. പിന്നിലൊരു കുഞ്ഞു ദുരുദ്ദേശം. രാത്രി ആരുവിനൊപ്പം മുത്തശ്ശിയുടെ റൂമിലേക്ക് പോയ ജാനു കാണുന്നത് ജനൽ കമ്പിയിൽ പിടിച്ച് പുറത്തേക്ക് നോക്കി നിൽക്കുന്ന മുത്തുവിനെയാണ്. സംതിങ്. ജാനുവിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയതും കൂടാതെ ഇറങ്ങിപ്പോയ ആദ്യം ഇന്നിനി വരില്ലെന്ന് മനസ്സിലാക്കിയും കൂടുതൽ അവളെ ചോദ്യങ്ങൾ കൊണ്ട് ആരും കഷ്ടപ്പെടുത്തിയില്ല. ജാനു റൂമിൽ കയറിയെന്ന് മനസ്സിലായ മുത്തു തിരിഞ്ഞു നോക്കി. അവരുടെ മിഴികൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ജാനു പകപ്പോടെ മുത്തുവിനെ നോക്കി. പിന്നെ അവർക്കടുത്തേക്ക് ആകുലതയോടെ നടന്നു വന്നു. എന്താ മുത്തശ്ശി, എന്തിനാ കരയുന്നേ? കരയുകയല്ലാതെ ഞാൻ മറ്റെന്ത് ചെയ്യാനാണ് മോളെ? നിക്കൊന്നും മനസ്സിലാകുന്നില്ല മുത്തു. മോളെ, നിങ്ങളുടെ വിവാഹം പെട്ടെന്ന് നടന്നതാണല്ലോ. അതുമല്ല പരസ്പരം ഇഷ്ടമില്ലാതെയും ആയിരുന്നല്ലോ. അത് കേൾക്കെ ജാനയുടെ മനസ്സ് പിടച്ചു. സാറിന് ഇഷ്ടമല്ലായിരിക്കും, പക്ഷേ തനിക്കോ? ഈ ഹൃദയത്തിൽ ആദിദേവിന് സ്ഥാനമില്ലെന്നാണോ? അംഗീകരിക്കാൻ കഴിയുമോ തനിക്കത്? മറ്റുള്ളവരോട് കള്ളം പറയാം, പക്ഷേ തൻ്റെ ഹൃദയത്തോട് എന്ത് പറയും? ഈ താലി സാറിൻ്റെയാണെന്നറിഞ്ഞപ്പോൾ തനിക്ക് തോന്നിയത് എന്തായിരുന്നു? കഴിയുമോ തനിക്ക് ഈ താലി തിരികെ നൽകാൻ? അതോർക്കെ അവളുടെ ഹൃദയം പിടഞ്ഞു. ഉള്ളിൽ താൻ ആർത്ത് കരയുന്നുണ്ടെന്ന് അവൾക്ക് ബോധ്യമായി. പക്ഷേ അത് അർത്ഥത്തിൽ അദ്ദേഹത്തിന് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ കൂടെ ജീവിക്കും, എന്നും കൂടെ ഉണ്ടാവണമെന്ന് വാശി പിടിക്കാൻ തനിക്ക് എന്താ അവകാശം? പാടില്ല. എന്നെയും എൻ്റെ കുടുംബത്തെയും ഒരുപോലെ രക്ഷിച്ചവനാണ് ഇവിടെയുള്ളവർ. അവരുടെ ആവശ്യം എന്തു തന്നെയായാലും അനുസരിച്ചേ പറ്റൂ. അത്രത്തോളം തനിക്ക് അവരോട് കടപ്പാടുണ്ട് എന്നെല്ലാം ഉള്ളാലെ പറഞ്ഞുകൊണ്ട് അവൾ നിന്നു. ഒപ്പം കാരണം ഏതും അറിയാതെ അവളുടെ മിഴികൾ കലങ്ങിയിരുന്നു. മുത്തുവിൻ്റെ കണ്ണീരിന് കാരണം വേറൊന്നുമല്ല, വിക്സ് വാരി പൊത്തിയതാണ്. ഞാൻ പറഞ്ഞതാ കുറച്ച് മതിയെന്ന്. ആര് കേൾക്കാൻ? ഇനി കണ്ണീരിനല്ല, നാടകത്തിന് കാരണം കൂട്ടുകാരിയെ മനപ്പാടുമാക്കിയ ചങ്കത്തി അഞ്ജുവിൻ്റെയും കൂട്ടുകാരൻ കരളും കൊടലുമൊക്കെയായ സായിയുടെയും അന്വേഷണത്തിൽ ആദിക്കും ജാനുവിനും പരസ്പരം സംതിങ് ഉണ്ടെന്ന് റിപ്പോർട്ട് കിട്ടുകയും അതൊരു ഉത്തരവാദിത്തപൂർവമായി മുത്തുവിനെ അറിയിക്കുകയും ചെയ്തു. ഇതിനിടയിൽ സായി അഞ്ജുവിനെ വീണമീട്ടി എന്നും കരകമ്പി കേൾക്കുന്നുണ്ട്. തൻ്റെ രാവണൻകുട്ടിയെ പെണ്ണ് കെട്ടിക്കാൻ നടന്ന മുത്തുവിന് ഈ ന്യൂസ് പെട്ടെന്ന് ലോട്ടറി അടിച്ച മാതിരിയായിരുന്നു. എന്നാൽ പരസ്പരം എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട്, നോട്ട് ദ പോയിന്റ്, എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അവർ തമ്മിൽ പിരിയാൻ ശ്രമിക്കുന്നെന്ന്, അതിനുവേണ്ടി ആദി ജാനിയുമായി വഴക്കുണ്ടാക്കാൻ നോക്കുമെന്നും എന്തേലും ചെയ്ത് ജാനിയെ സ്ട്രോങ് ആക്കണമെന്നും പറഞ്ഞു. പ്രശ്നങ്ങൾ സായി മുത്തുവിനോട് പറഞ്ഞില്ലേ? വയസ്സായതല്ലേ, തട്ടിപ്പോയാലോ? അപ്പോൾ ഇതറിഞ്ഞ് നമ്മുടെ മെഗാസ്റ്റാർ മുത്തൊരു നാടകം സംവിധാനം ചെയ്ത് അഭിനയിക്കാൻ ഒരുങ്ങിയ മുഹൂർത്തമാണിപ്പോൾ കാണുന്നത്. മോളി ജാനു, പറയും മുത്തശ്ശി. എനിക്കറിയില്ല എങ്ങനെ തുടങ്ങുമെന്ന്, പക്ഷേ പറയാതിരിക്കാൻ വയ്യ. മുത്തുവിൻ്റെ ഭാവവും പറച്ചിലുമൊക്കെ കണ്ട് ജാനു കൊച്ചിന് ഒന്ന് പേടിച്ചു. എന്തായാലും പറഞ്ഞോളൂ മുത്തശ്ശി, ഇപ്പം എന്തു തന്നെ ആയാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം എന്നെ എൻ്റെ മനസ്സ് മരവിച്ചു പോയി. അതിൽ നിറഞ്ഞിരുന്ന ദയനീയത മനസ്സിലായെങ്കിലും അറിയാത്ത പോലെ മുത്തു തുടർന്നു. നിങ്ങളുടേത് പെട്ടെന്ന് നടന്ന വിവാഹമായതുകൊണ്ട് തന്നെ ഞാനിപ്പോഴാണ് ആദിയുടെ ജാതകം നോക്കിപ്പിച്ചത്. ബാക്കി പറയാതെ മുത്തു അവളെ ഒന്ന് നോക്കിയപ്പോൾ ജാനുവിലും ചെറിയ ഭയമുയർന്നു. ഒരുപക്ഷെ ഇനി തന്നെ വിവാഹം ചെയ്തതുകൊണ്ട് ആദിക്കെന്തെങ്കിലും ദോഷമുണ്ടോ എന്നൊരു വേള അവൾ ചിന്തിച്ചു പോയി. എന്താ മുത്തു, എന്തേലും പ്രശ്നമുണ്ടോ? ആകുലതയോടെയുള്ള അവളുടെ ചോദ്യം കേൾക്കെ ഒരു നിമിഷം മുത്തുവിനും ഇതെല്ലാം തൻ്റെ അഭിനയമാണല്ലോ എന്നോർക്കെ അല്പം വിഷമം തോന്നി. എങ്കിലും എല്ലാം നല്ലതിനാണല്ലോ എന്ന് വിശ്വസിച്ചുകൊണ്ട് ബാക്കി പറഞ്ഞു. അത് മോളെ, അവൻ്റെ ജാതകത്തിൽ ആയുർരേഖ വന്നിരിക്കുന്നത് അവൻ്റെ പാതിയുമായി ബന്ധപ്പെട്ടാണ്. അതും ഏകപാതി. അതായത് ഇപ്പോൾ അവൻ വിവാഹം ചെയ്ത നിന്നെയാണല്ലോ. അതിനാൽ ഈ താലിയിലാണ് അവൻ്റെ ജീവൻ. ഈ താലി അറുത്തുമാറ്റേണ്ടി വന്ന അവൻ്റെ ആയുസ് അവിടെ അവസാനിക്കും എന്നാണ് ജാതകവശാൽ കാണുന്നത്. ഇത് കേൾക്കെ തനിക്ക് നേരെ ഒരു അസ്ത്രം കൊണ്ട പോലെ ജാനുവിനൊന്ന് നടുങ്ങി. എന്നാൽ പറയാൻ പ്ലാൻ ചെയ്തതൊന്ന്, പറഞ്ഞു വന്നപ്പോൾ വേറൊന്ന്. എന്നാ അവസ്ഥയാണ് മുത്തുവിന്? ഇനി ഇതിൻ്റെ ബാക്കി എന്ത് പറയും? അല്ല, ഇതിനൊരു അവസാനം വേണമല്ലോ എന്ന് കരുതി മുത്തു വീണ്ടും കളത്തിലിറങ്ങുവാണ്. എന്ന് കരുതി മോളെ ആരും നിർബന്ധിക്കില്ല. എങ്കിലും ഞങ്ങൾ ആഗ്രഹിച്ചു പോയി. ഞങ്ങളുടെ രാവണന് ഈ ജാനകി പാതിയായി മാറി അവനെ സംരക്ഷിക്കുമെന്ന്. സാരമില്ല മോളെ, ഞങ്ങൾക്ക് മനസ്സിലാകും. മോളുടെ ഇഷ്ടത്തിന് പൊക്കോളൂ, ആരും തടയില്ല. കാരണം ഞങ്ങൾക്കുണ്ട് ആരുമോള്. അതുകൊണ്ട് മനസ്സിലാകും. ആദ്യം ഇതുവരെയും ആരെയും പ്രണയിക്കുന്നതായി പറഞ്ഞിട്ടില്ല. എന്തുണ്ടെങ്കിലും എന്നോട് പറയുന്നതാണ്. അതുകൊണ്ട് ഇനി മറ്റൊരു പെൺകുട്ടി അവൻ്റെ ജീവിതത്തിൽ വരില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്.
സാരമില്ല, ഇതെൻ്റെ കുഞ്ഞിൻ്റെ വിധിയാണെന്ന് കരുതിക്കോളാം. ഈ താലി മോൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഇപ്പോൾ അഴിച്ചേക്ക്. ബാക്കി പറയാൻ അനുവദിക്കാതെ അവൾ മുത്തുവിൻ്റെ വാപൊത്തി. ഇനിയും ഒന്നും കേൾക്കാൻ വയ്യ മുത്തശ്ശി. പ്രതീക്ഷിക്കാതെ കിട്ടിയ പദവിയാണ് ആദി സാറിൻ്റെ ഭാര്യ എന്നുള്ളത്. അല്ല, നിങ്ങളുടെയൊക്കെ ദാനം. എപ്പൊഴിഞ്ഞു പോകാൻ പറഞ്ഞാലും പോകേണ്ടവൾ. എനിക്ക് ഈ താലി ഒരു ഭാരമല്ല മുത്തു. വെറും 14 മണിക്കൂർ മാത്രമേ ആയിട്ടുള്ളൂ ഈ താലിയും സിന്ദൂരവും എനിക്ക് കിട്ടിയിട്ട്. പക്ഷേ ആയുഷ്കാലം മുഴുവൻ ഇത് കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചു പോയി. സാറിനൊരു ഭാരമാകാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചത്. പക്ഷേ വയ്യ ഇനി വിട്ടുകൊടുക്കാൻ. ഈ വിവാഹത്തിന് മുന്നേ സാറിന് ആരെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒഴിഞ്ഞു കൊടുക്കുമായിരുന്നു, ദൂരേക്ക് മറഞ്ഞു പോകുമായിരുന്നു. പക്ഷേ അപ്പോഴും സാറിൻ്റെ ആയുസ്സിനു വേണ്ടി ഈ താലിയും സിന്ദൂരവും എന്നിൽ ഉണ്ടായിരുന്നേനെ. പക്ഷേ ഇനിയില്ല. ഞാനല്ലാതെ ഒരുവളും ആദിദേവിൻ്റെ ജീവിതത്തിൽ വരില്ല. അങ്ങനെ വരണമെങ്കിൽ ആ വായിൽ നിന്ന് എനിക്ക് കേൾക്കണം, സാറിന് ചേർന്ന ഭാര്യയല്ല ഞാനെന്ന്. സന്തോഷത്തോടെ മാറിക്കൊടുക്കും അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ജീവിതത്തിന് വേണ്ടി. എങ്കിലും എന്നിൽ അദ്ദേഹം ചാർത്തിയ താലിയും സിന്ദൂരവും അറിയാതെ മായാതെ നിൽക്കും. കാരണം ഇനി ജാനകി ജീവിക്കാൻ പോകുന്നത് രാവണന് വേണ്ടിയാണ്, ജാനകിയുടെ രാവണന് വേണ്ടി. ഒരു കിതപ്പോട് അവളെ പറഞ്ഞു നിർത്തുമ്പോൾ തൻ്റെ രാവണൻ കുട്ടിക്ക് അനുയോജ്യമായ പാതികയാണ് കിട്ടിയിരിക്കുന്നതെന്ന് മുത്തു വിശ്വസിച്ചു. തൽഫലം മുത്തു അവളെ മുറുക്കെ പുണർന്നിരുന്നു. തിരികെ അവളും. മോളെ, ഇപ്പോഴേ എനിക്ക് സമാധാനമായത്. പക്ഷേ ഇനി ഞാൻ പറയുന്നത് എൻ്റെ മോള് കേൾക്കണം. എന്തെന്ന രീതിയിൽ അവൾ മുത്തശ്ശിയെ നോക്കി. നീ വിചാരിക്കുന്ന അത്ര എളുപ്പം നിനക്ക് അവൻ സ്വന്തമാകില്ല. കാരണം അവൻ രാവണനാണ്. അവൻ്റെ ഹൃദയം നിനക്ക് മുന്നിൽ തുറക്കാൻ കടമ്പകൾ ഏറെയാണ്. അത്ര പെട്ടെന്ന് അവൻ്റെ മനസ്സിൽ നിനക്ക് സ്ഥാനം കിട്ടുമെന്ന് വിചാരിക്കരുത്. അതുപോലെ നിന്നിൽ നിന്ന് മാറി നിൽക്കാൻ ദേഷ്യത്തിൻ്റെ മുഖം മൂടി അണിയും അവൻ. അവിടെയെല്ലാം നീ തരണം ചെയ്തേ പറ്റൂ. എനിക്കറിയാം മുത്തൂസേ, പക്ഷെ നിങ്ങളുടെ കൊച്ചുമോൻ അറിയാൻ പോണേ ഉള്ളൂ ഈ ജാനകിയെ. അത് പറയുമ്പോൾ അവളിൽ വിടർന്ന ഒരു ചെറു പുഞ്ചിരി മുത്തുവിലേക്കും പകർന്നു. അപ്പം ഞാൻ നോക്കട്ടെ നീ എൻ്റെ കൊച്ചുമോന് പറ്റിയവളാണോ എന്ന്. പിന്നെ ഞാൻ 2 കാര്യം പറയാം. ഒന്ന്, ഈ സാറ് വിളി മാറ്റിക്കോ. അത് ഓഫീസിൽ മതി. ഇവിടെ അവനെ ആദി എന്നാ വിളിക്കുന്നേ. നീ വേണമെങ്കിൽ ആദിയേട്ടാ എന്ന് വിളിച്ചോ. അതൊക്കെ നിൻ്റെ ഇഷ്ടം. തെറിയൊഴിച്ച് എന്ത് വേണമെങ്കിലും വിളിച്ചോ. പിന്നെ 2, എൻ്റെ ഒരു മരവാഴ മോളും പഴു ചെറുമോളും കിഴങ്ങൻ മരുമോനുമുണ്ട്. 3നും കുഴപ്പം കൂടുതലാണ്. അതുകൊണ്ട് ഇങ്ങോട്ട് ചൊറിയാൻ വന്ന നീ അങ്ങോട്ട് മാന്തിക്കോടി മോളെ. അല്ലാതെ നിന്റെ കെട്ടിയോൻ ചോദിക്കുമെന്ന് വിചാരിക്കരുത്. ഗോട്ട് ഇറ്റ്? മനസ്സിലായി മുത്തു, നമുക്ക് പൊളിക്കാമെന്നേ. നീ പൊളിച്ച് എൻ്റെ മാൻഷൻ പൊളിക്കല്ലേ കൊച്ചുമോളെ. ഇനി മുതൽ എൻ്റെയും മഞ്ജുവിൻ്റെയും ക്രൈം പാർട്ണറായി മുത്തുവിനെ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. പിന്നെ ആദിയേട്ടനല്ലേ, പേടിക്കേണ്ട, തെറി ഒന്നും വിളിക്കില്ല. പക്ഷേ നാളെ മുതൽ ഉത്തമയായ ഭാര്യ ആയിരിക്കും ഞാൻ. അവസാനം നിങ്ങളുടെ കൊച്ചുമോൻ രാവണൻ ഈ ജാനകിയെ ചേർത്ത് പിടിക്കുന്നേ. മുത്തുവിൻ്റെ ഫോൺ വഴി ഇതെല്ലാം കേട്ട അഞ്ജുവും സായും നിറഞ്ഞ മനസ്സോടെ നിന്നു. സക്സസ്. ഒപ്പം അവരിൽ ആകാംക്ഷ നിറഞ്ഞിരുന്നു ഇനിയുള്ളതിനെപ്പറ്റി, പ്രത്യേകിച്ച് അഞ്ജുവിന്. കാരണം ഇനി മുതൽ അങ്ങോട്ട് ജാനു പഴയ കാന്താരി ആയിരിക്കുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. ജാനുവിൻ്റെ കയ്യിലുള്ള കുരുത്തക്കേടോർക്കെ അഞ്ജു തലകുടഞ്ഞു. അല്ല, പെണ്ണല്ല, വയ്യാവേലിയും തലക്ക് വെക്കും. ഇപ്പം തനിക്ക് പകരം മുത്തുവാണ് അവളുടെ കൂടെ എന്ന് ആലോചിക്കെ മുത്തുവിൻ്റെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി ഒരു നിമിഷം അവൾ മൗനമായി പ്രാർത്ഥിച്ചു. രാവിലെ തന്നെ കിച്ചണിൽ ഉറക്കം തൂങ്ങി താടിക്ക് കയ്യും കൊടുത്ത് ലക്കിയിരിക്കുന്നുണ്ട്. അവനെ കൂട്ടാക്കി അവൻ്റെ മേത്ത് തന്നെ ചാരിക്കൊണ്ട് ആരുവുമുണ്ട്. ആരുവിന് ഇന്ന് സെം എക്സാമും ലക്കിക്ക് 1 ഡേ ക്യാമ്പും ഉള്ളത് കൊണ്ട് തന്നെ ഇരുവർക്കും ഇന്ന് ലീവ് എടുക്കാൻ പറ്റില്ല. അതുമാത്രമല്ല, പെട്ടെന്നുള്ള വിവാഹമായതുകൊണ്ട് തന്നെ ഇനി മറ്റൊന്നും ചെയ്യാനുമില്ല. പിന്നെ ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല. അവരെ നോക്കി ചിരിയടക്കിക്കൊണ്ട് അടുത്തായി ഐഷു ഇരിപ്പുണ്ട്. സാധാരണ ഈ സമയം മീര കൂടെ കാണും. പക്ഷേ ഇന്നലത്തെ തിരക്ക് കാരണം ഇതുവരെ എത്തിയിട്ടില്ല ആള്. അമ്മേ, ഞാൻ പോയി ജാനുവേട്ടത്തെ വിളിക്കട്ടെ? വേണ്ട, മോള് കിടക്കട്ടെ. മുത്തശ്ശി എഴുന്നേൽക്കുമ്പോൾ വിളിച്ചോളും. പാവം, ഒത്തിരി ക്ഷീണം കാണും. ഐശ്വര്യ നെടുവീർപ്പോടെ പറഞ്ഞു. മറ്റു വഴിയൊന്നുമില്ലാത്തത് കൊണ്ടാണ് ഏട്ടൻ ജാനുവിനെ സ്വീകരിച്ചത്. അപ്പോൾ അതിൻ്റെ ദേഷ്യം അതിനോട് തീർക്കുമോ? പൊട്ടത്തരം കാണിച്ച് നടക്കുമെങ്കിലും പാവമാണ് അവള്. ആരുവിനെ പോലെ തന്നെ എനിക്ക് അവളും അഞ്ജുവും സഹോദരിമാർ തന്നെയാ അമ്മേ. എന്നാൽ ഇവിടെ ഞാനും നിസ്സഹായനായി പോകും. ചെറു സങ്കടത്തോടെ ലക്കി പറഞ്ഞു നിർത്തുമ്പോൾ ഐഷു അവനെ തൻ്റെ നെഞ്ചോട് ചേർത്തിരുന്നു. നമുക്ക് നോക്കാം മോനെ, അവൻ ആദിയാണ്. അവനെ മാറ്റാൻ നമുക്ക് കഴിയില്ല. നിനക്കറിയില്ലേ നിന്റെ ഏട്ടനെ? ഒന്നുറപ്പുണ്ട്,
അവൻ അവളെ കൈ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവളെ ഉപേക്ഷിക്കില്ല. പക്ഷേ സ്നേഹം, പ്രണയം, എന്തിന് ഒരു ഭാര്യ എന്ന സ്ഥാനം, അതാണ് ഇവിടെ മുന്നോട്ട് നിൽക്കുന്നത്. അങ്ങനെ ഒരു തരത്തിൽ ജാനു മോളെ ആദിക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ എല്ലാം തകരും. പിന്നെ ആകെയുള്ള ആശ്വാസം അമ്മയാണ്. എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് നടപ്പുണ്ട്. നടന്നാൽ മതിയായിരുന്നു. എൻ്റെ പേടി റാണിയെയാണ്. ഇന്നലെ വിവാഹം കഴിഞ്ഞത് അറിഞ്ഞപ്പോൾ തൊട്ട് ബഹളം തുടങ്ങിയതാണ്. ഇനി അവരെങ്ങാനും ജാനുവിനെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുമോ എന്നാണ്. അതുപോലെ ആ പെണ്ണ് അച്ചു ഇതുവരെ മുറിക്ക് പുറത്തിറങ്ങിയിട്ടില്ല. അതൊരാശ്വാസം. ആ പെണ്ണിൻ്റെ ആദിയുടെ പുറകെ അല്ലായിരുന്നു. ഇനി ഇവിടെ അമ്മയും മോളും കൂടെ എന്തൊക്കെ കാണിക്കുമോ ആവോ. പിന്നെ ഭഗവാനായി ചേർത്ത് വെച്ചതല്ലേ അവരെ. അതുകൊണ്ടൊരു വിശ്വാസമുണ്ട് എന്നെങ്കിലും ആദി അവളെ അംഗീകരിക്കുമെന്ന്. ഐഷു പറഞ്ഞു നിർത്തിയപ്പോഴേക്കും ലക്കിയും ആരുവും അവരോട് ചേർന്നു നിന്നു. ഈ പപ്പ എന്താ അമ്മ സുരേഷ് അങ്കിളിൻ്റെ കൂടെ നടക്കുന്നത്? അങ്കിൾ എന്ത് പറഞ്ഞാലും പപ്പ മിണ്ടാതെ കേൾക്കും. ചിലപ്പോൾ എനിക്ക് ദേഷ്യം വരാറുണ്ട്. ഞാനെന്ത് പറയാനാണ് മോളെ? നിന്റെ പപ്പ ഈ കാര്യത്തിൽ എന്നോട് വഴക്കാണ്. നിന്റെ അങ്കിൾ പറഞ്ഞാൽ പിന്നെ പപ്പയ്ക്ക് വേറെ അഭിപ്രായം ഒന്നുമില്ല. നിന്റെ അപ്പച്ചിക്ക് വേണ്ടി ആയിരിക്കും, അല്ലാതെ പിന്നെന്ത് പറയാൻ. അയാൾ ഇന്നലെ ഉണ്ടായിരുന്നെങ്കിൽ ഈ വിവാഹം പോലും നടക്കാൻ സാധ്യതയില്ലായിരുന്നു. അമ്മ അങ്ങനെ പറയണ്ട. ഇക്കാര്യത്തിൽ എൻ്റെ വല്യേട്ടൻ പൊളിയാ. എന്ത് ചെയ്യണമെന്ന് തീരുമാനിച്ചോ അത് തന്നെ ചെയ്യും. അത് ഇനി ആര് വിചാരിച്ചാലും മാറ്റാൻ പോണില്ല. അതാണല്ലോ അവനെ എല്ലാവർക്കും പേടി. സത്യം പറഞ്ഞ ചില നേരത്ത് നിന്റെ പപ്പാക്ക് പോലും അവനെ പേടിയാണ്. പിന്നെ ഇപ്പം രണ്ടുപേരും പരസ്പരം മിണ്ടാതെ നടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പറയുമ്പോൾ അവരുടെ മിഴികൾ നനഞ്ഞു. അത് കണ്ട് ലക്കിയും ആരവും അവരെ ചേർത്ത് പിടിച്ചു. രാവിലെ 6 മണിയായപ്പോഴും ജാനുവും പതിയെ കണ്ണു തുറന്നു. അവളുടെ അടുത്തായി തന്നെ മുത്തുവും കിടക്കുന്നുണ്ടായിരുന്നു. മുത്തു നല്ല ഉറക്കായതുകൊണ്ട് ശബ്ദം ഉണ്ടാക്കാതെ അവൾ എഴുന്നേറ്റു. അവളുടെ സാധനങ്ങളെല്ലാം അവിടെ തന്നെ ഉള്ളത് കൊണ്ട് വേഗം ഫ്രഷായി കണ്ണാടിക്ക് മുന്നിൽ വന്ന് തലതുവർത്തി. കഴിഞ്ഞപ്പോഴാണ് ഡ്രസ്സിംഗ് ടേബിളിൽ ഒരു ഭാഗത്തായി വെച്ചിരിക്കുന്ന സിന്ദൂരം അവളുടെ മിഴികളിൽ ഉടക്കിയത്. ഒരു നുള്ളു സിന്ദൂരം കൊണ്ട് സീമന്തരേഖയെ ചുവപ്പിക്കുമ്പോൾ ഒരു നിമിഷം അവളുടെ ഉള്ളിൽ ആദിയുടെ മുഖം മിഴിവോടെ തെളിഞ്ഞു വന്നു. ആ കൈ കൊണ്ട് ഒരിക്കൽ കൂടെ ഒരു നുള്ളു സിന്ദൂരം എന്നെങ്കിലും എൻ്റെ നെറുകയിൽ പതിയുമോ കണ്ണ? നീയായി ചേർത്ത് വെച്ചതാണ് ഞങ്ങളെ. അതുപോലെ മരണം വരെയും എന്നിൽ നിന്നും തട്ടിയെടുക്കല്ലേ കണ്ണ? മൗനമായി മനസ്സിലോർത്തുകൊണ്ട് അവൾ പുറത്തേക്കിറങ്ങി. മുത്തുവിൻ്റെ റൂമിൽ നിന്നിറങ്ങിയ ജാനു പകപ്പോടെ ചുറ്റും നോക്കി. ഇതെന്താ കണ്ണ, ഇവിടെ മുഴുവൻ കാണാൻ ഞാനിനി ഓട്ടോ പിടിക്കണമല്ലോ. ഇനി കിച്ചൺ എവിടെയാണെന്ന് വെച്ചാൽ കണ്ടുപിടിക്കുക. കുറേയുടെ മാപ്പ് കിട്ടിയിരുന്നെങ്കിൽ നന്നായി. ഇനി ആരെയും കാണുന്ന കൂടി ഇല്ലല്ലോ. കിച്ചണിലേക്കുള്ള വഴി അറിയാതെ ജാനു ദയനീയമായി ചുറ്റും നോക്കുന്നുണ്ട്. ഇതിപ്പോൾ ഗ്രൗണ്ട് ഫ്ലോർ അല്ലല്ലോ. എന്തായാലും ഒന്ന് കറങ്ങി നോക്കാം. എവിടെയെങ്കിലും സ്റ്റെയർ കാണുമായിരിക്കും. അതും പറഞ്ഞ് അവൾ അവിടെ മുഴുവൻ നടക്കാൻ തുടങ്ങി. ഭാഗ്യം പോലെ കുറച്ച് നടന്നപ്പോഴേക്കും മാൻഷൻ ക്ലീൻ ചെയ്യാൻ വരുന്നവരിൽ ഒരു പെൺകുട്ടിയെ കണ്ടു. ജാനു അവളെ ആകമാനം നോക്കി. ഒരു ചെറിയ പെൺകുട്ടി, തന്നെക്കാൾ ഇളയതായിരിക്കും. വെളുപ്പും ചെറു റോസർ നിറവും ചേർന്ന വട്ടമുഖം. അവളുടെ കവിളുകളിൽ നുണക്കുഴി ചെറുതായി തെളിഞ്ഞു നിന്നു. അത്യാവശ്യം ഗുണ്ടുമണിയാണെങ്കിലും നല്ല ഒതുക്കമുള്ള ശരീരമായിരുന്നു. ഒരു സ്കൈ ബ്ലൂ ടോപ്പും വൈറ്റ് ലെഗിൻസ് ഷോളുമായിരുന്നു ആ കുട്ടി ധരിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി അവളെ കണ്ടത് തന്നെ ഇരുവരും പരസ്പരം പുഞ്ചിരിച്ചു. എങ്ങോട്ടാ മേഡം പോകുന്നത്? അത് പിന്നെ കിച്ചണിലേക്ക്. അയ്യോ, അതിന് ഇത്രയും കറങ്ങി നടക്കേണ്ടായിരുന്നു. ലെഫ്റ്റ് സൈഡിൽ നിന്നും നേരെ താഴോട്ട് സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. എനിക്കറിയില്ലായിരുന്നു. ഒന്ന് മാപ്പ് കിട്ടിയിരുന്നെങ്കിലെന്ന് പറഞ്ഞ് ഞാൻ നടക്കുന്നേ. മാൻഷൻ ഫുൾ വെള്ളമയം. നിങ്ങൾക്കൊക്കെ വഴി തെറ്റാതെ നടക്കാൻ എങ്ങനെ പറ്റുന്നു? ഞങ്ങളിതൊക്കെ പ്രാക്ടീസ് ആണെന്നേ. ചിരിയോടെ ജാനു ചോദിക്കുമ്പോൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ആ പെൺകുട്ടി പറഞ്ഞു. അപ്പം ശരി, ഞാൻ താഴോട്ട് പോട്ടെ, നമുക്ക് കാണാട്ടോ. ഓക്കെ മാഡം. ഹേയ്, അത് വേണ്ട. എൻ്റെ പേര് ജാനകി എന്ന. താൻ ജാനു എന്ന് വിളിച്ചാൽ മതി. അത് പിന്നെ? ഒരു പിന്നെയില്ല. തനിക്ക് എത്ര വയസ്സുണ്ട്? ജാനുവിൻ്റെ ചോദ്യം കേൾക്കെ അവളുടെ നെറ്റി ചുളിഞ്ഞു. 19 കഴിഞ്ഞു. എന്തേ? എനിക്ക് 21 അതുകൊണ്ട് ജാനു എന്ന് വിളിക്കാൻ വയ്യെങ്കിൽ ചേച്ചി എന്ന് വിളിച്ചോട്ടെ. ചെറുചിരിയോടെ ജാനു പറഞ്ഞപ്പോൾ അത് സമ്മതിച്ച പോലെ ആ കുട്ടിയുടെ ചൊടികളിലും പുഞ്ചിരി വിടർന്നു. കൂടാതെ കണ്ണിൽ ചെറുനനവ് പടർന്നു. പെട്ടെന്ന് അവളുടെ മിഴികൾ അവിടെ വെച്ചിരുന്ന ക്ലോക്കിൽ പതിഞ്ഞു. സോറി ചേച്ചി, എനിക്കൊരു ഹെൽപ്പ് ചെയ്യാവോ? മടിച്ചു ആ പെൺകുട്ടി ചോദിച്ചു. പറയടോ, അതിനെന്താ താൻ പേടിക്കുന്നേ? വേറൊന്നുമല്ല പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിലിരുന്ന താലം ജാനുവിന് നേരെ നീട്ടി തുടർന്നു. ഈ താലം താഴെ പൂജാമുറിയിൽ വെക്കാവോ? ഇത് പൂജിക്കാൻ വേണ്ട സിന്ദൂരമാണ്. പൂജാമുറിയിൽ വെക്കാൻ പറഞ്ഞു. അപ്പോൾ ചേച്ചി ഇത് പൂജാമുറിയിലേക്ക് വെച്ചിരുന്നെങ്കിൽ എനിക്ക് ലൈബ്രറി റൂമിൽ നിന്നും അത്യാവശ്യമായി ആരുവിനൊരു ബുക്ക് എടുത്ത് കൊടുക്കണമായിരുന്നു. അതാ.
ആ പെൺകുട്ടി പറഞ്ഞു. അവസാനിച്ചപ്പോഴേക്കും ജാനു ആ താലം വാങ്ങിയിരുന്നു. അതിനെന്താ, ഞാൻ വെക്കാലോ. അല്ല, തൻ്റെ പേരെന്താ ചോദിക്കാൻ വിട്ടു. അർപ്പിത. ആ, അപ്പോൾ നമുക്ക് പിന്നീട് കാണാവേ അപ്പു. അപ്പു എന്ന് കേൾക്കാൻ അവളുടെ മിഴികൾ നിറഞ്ഞു. അത് സമൃദ്ധമായി മറച്ചെങ്കിലും ജാനു അത് കണ്ടിരുന്നു. എന്തെങ്കിലും ചോദിക്കും മുൻപേ വാടിയ ചിരി നൽകിക്കൊണ്ട് അപ്പു മറുവശത്തേക്ക് നടന്നു. ഒന്ന് സംശയത്തോടെ അവളെ നോക്കിക്കൊണ്ട് ജാനുവും താഴേക്ക് പോയി. അത്യാവശ്യം വലിയ താലമായിരുന്നു. അതിൽ നിറയെ സിന്ദൂരവുമുണ്ട്. ചെറു കാറ്റുള്ളത് കൊണ്ട് തന്നെ സാരി തീരെയായി പറക്കുന്നുണ്ട്. ഇത് ശ്രദ്ധിച്ച ജാനു താലത്തിൽ നോക്കിക്കൊണ്ട് തന്നെ സ്റ്റെപ്പ് ഇറങ്ങി തുടങ്ങി. തലേന്ന് ഗസ്റ്റ് ഹൗസിൽ താമസിച്ച് രാവിലെ തന്നെ ഓഫീസിൽ പോകാൻ തീരുമാനിച്ചാണ് ആദ്യം മാൻഷനിലേക്ക് വന്നത്. ഓഫീസിലാകുമ്പോൾ ജാനുവിനെ ഫേസ് ചെയ്യേണ്ടി വരില്ലല്ലോ. താനില്ലാത്തതുകൊണ്ട് അവൾ മുത്തുവിൻ്റെ കൂടെ ആയിരുന്നെന്ന് സായിൽ നിന്നും അവൻ അറിഞ്ഞിരുന്നു. അതുകൊണ്ട് വേഗം റൂമിലേക്ക് പോകാൻ നിന്നപ്പോഴാണ് ഓഫീസിൽ നിന്നും വിളിച്ച് അത്യാവശ്യമായി അവൻ്റെ ഫോണിലേക്ക് അയച്ച മെയിൽ ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അതിൽ ശ്രദ്ധിച്ചുകൊണ്ട് ആദ്യം മുകളിലേക്ക് കയറുമ്പോഴാണ് മറുഭാഗത്തുനിന്ന് ജാനു താലത്തിൽ നോക്കിക്കൊണ്ട് സ്റ്റെപ്പ് ഇറങ്ങിയത്. ഇരുവരും നേരെ നോക്കാത്തത് കൊണ്ട് തന്നെ പരസ്പരം കണ്ടില്ലായിരുന്നു. ഇരുവരും നേർക്കുനേർ വന്നപ്പോഴേക്കും താഴെ പൂജാമുറിയിൽ വെച്ചിരുന്ന കള്ളക്കണ്ണൻ്റെ വിഗ്രഹത്തിന് ശോഭ കൂടി. മുന്നിൽ ആരോ ഉണ്ടെന്ന് തോന്നി ആദ്യം തല ഉയർത്തുന്നതിന് മുന്നേ ജാനു ആ സ്റ്റെപ്പ് ഇറങ്ങിയിരുന്നു. ഇരുവരും കൂട്ടിമുട്ടി. ജാനു പിറകിലേക്ക് ചാഞ്ഞു. പക്ഷേ ബാലൻസ് കിട്ടാതെ സ്റ്റെപ്പിൽ നിന്നും താഴേക്ക് പതിക്കാൻ ആഞ്ഞു. പക്ഷേ അപ്പോഴേക്കും ആദിയുടെ ഒരു കൈ അവളുടെ അരയിൽ ചുറ്റിപ്പിടിച്ചു. മറുകൈ അവൾ നേരെ ഉയർന്ന് അവളുടെ കവിളിൽ കോർത്തു പിടിച്ചു. ഒരൊറ്റ നിമിഷം കൊണ്ട് അവളെ അവൻ തൻ്റെ നെഞ്ചോട് ചേർത്തിരുന്നു. ആ സമയം അവളുടെ കയ്യിലിരുന്ന താലത്തിൽ നിന്നും കുറച്ച് സിന്ദൂരം തെറിച്ച് ആദിയുടെ കവിളിലും ജാനുവിൻ്റെ സീമന്തരേഖയിലും പതിഞ്ഞു. ഒട്ടൊരു നിമിഷത്തിന് ശേഷം ആദി പതിയെ തൻ്റെ നെഞ്ചിലേക്ക് നോക്കി. അവൻ്റെ ഷർട്ടിൽ മുറുക്കെ പിടിച്ച് നെഞ്ചോട് ചേർന്ന് നിൽക്കുന്ന തൻ്റെ പ്രാണനെ കണ്ണിറയെ നോക്കിക്കണ്ട്. ഒരു ബ്രൗൺ വൈറ്റ് ധാവണിയായിരുന്നു അവളുടെ വേഷം. അവളെ ആ വേഷത്തിൽ ആദ്യമായി കണ്ടതുകൊണ്ട് തന്നെ അവൻ്റെ മിഴികൾ വിടർന്നു. അറിയാതെന്ന പോലെ പതിയെ അത്രയും നേർമയിൽ അവളുടെ മുടിയിഴകളിൽ അവൻ ആദരം ചേർത്തു. അതവൾ അറിഞ്ഞതുപോലുമില്ല. അവളെ അറിയാതെയെങ്കിലും തൻ്റെ നെഞ്ചോട് ചേർക്കാൻ പറ്റിയതിൽ അവൻ്റെ ഹൃദയം നിറഞ്ഞു. വീഴാൻ പോകുന്ന നേരം ആദിയെ ജാനു കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ നെഞ്ചിലേക്ക് പറ്റിച്ചേർന്ന് നിന്നപ്പോൾ അവൾക്കൊരുപോലെ ആശ്വാസവും സന്തോഷവും തോന്നി. അധിക നേരം നിന്നാൽ അവൻ ടെററായാലോ എന്ന് വിചാരിച്ച് ജാനു പെട്ടെന്ന് അവനിൽ നിന്നും അടർന്നു മാറി. ഒന്ന് മടിച്ചെങ്കിലും ഇരുവരും പരസ്പരം നോക്കി. കുളിച്ചീറനോടെ ധാവണിയും ചുറ്റി തൻ്റെ മുന്നിൽ നിൽക്കുന്നവളെ ഉള്ളിൽ പ്രണയം ഒളിപ്പിച്ചുകൊണ്ട് അവൻ നോക്കി. പെട്ടെന്നാണ് അവൻ്റെ കണ്ണുകൾ അവളുടെ സിന്ദൂരരേഖയിൽ പതിഞ്ഞത്. തരിതരിയായി പടർന്ന സിന്ദൂരരേഖ അവൻ നോക്കി. പതിയെ കൈകൾ ഉയർത്തി തൻ്റെ കവിളിൽ തൊട്ട് കൈകളിൽ പറ്റിയ സിന്ദൂരം താരത്തിലുള്ളതിലേക്കും അവളുടെ നെറുകയിൽ പതിഞ്ഞതിലേക്കും അവൻ മാറി മാറി നോക്കി. ഉള്ളിൽ എന്തെന്നില്ലാത്ത സന്തോഷം നിറയുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു. അവൻ്റെ മിഴികൾക്കൊപ്പം സഞ്ചരിച്ച് അവളുടെ കണ്ണുകൾ വിടർന്നു. പതിയെ കൈ ഉയർത്തി തൻ്റെ സീമന്തരേഖയിൽ തൊട്ടു. കയ്യിൽ പതിഞ്ഞ സിന്ദൂരത്തിലേക്ക് നോക്കുമ്പോൾ അവളുടെ മിഴികൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. എങ്കിലും ആ കണ്ണുനീരിനെ പുറത്തേക്കൊഴുകി വരാതെ അവളെ നോക്കി. ഒന്നുകൂടെ തൻ്റെ പ്രാണനെ നോക്കിക്കൊണ്ട് ആദ്യം വെട്ടിത്തിരിഞ്ഞ് സ്റ്റെയർ കയറി ലെഫ്റ്റിലേക്ക് പോയി. അത് നോക്കി തിരിഞ്ഞ ജാനു കാണുന്നത് സ്റ്റെയറിൻ്റെ വലതുവശത്ത് സ്റ്റാച്ചു പോലെ കണ്ണും തള്ളി നിൽക്കുന്ന മുത്തുവിനെ ആയിരുന്നു.